ഞാനിന്നേ ചോറുണ്ണാനായിട്ട് പെട്ടെന്ന് ഒരു കറി ഉണ്ടാക്കാനായിട്ട് പോവുകയാണേ. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ഇല എടുത്ത് വെച്ചിട്ടുണ്ട്. എന്താണെന്ന് പറഞ്ഞാൽ ഈ ഇലയപ്പം ഉണ്ടാക്കുന്ന ഒരു ഇല എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഒരു 2-3 ചെറിയ ഉള്ളി ഒന്ന് ചുട്ടെടുത്തിട്ടുണ്ട്. ഒരു 3-4 കാന്താരി മുളക്, ഇച്ചിരി പുളിയും, ഒരു മുളക് ഒന്ന് എണ്ണയിൽ വറുത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ പുളിയും അതുപോലെ തന്നെ ചെറിയ ഉള്ളിയും പിന്നെ കാന്താരി മുളകും എല്ലാം കൂടെ ഒന്ന് നല്ലവണ്ണം ഞെരടിയെടുക്കാം. എന്നിട്ട് ഈ വറുത്ത് വെച്ചിരുന്ന മുളകും കൂടെ ഒന്ന് നല്ലവണ്ണം പൊടിച്ചങ്ങോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കാം ഇതെന്തോ കറിയാണെന്ന്. ഇതാണ് പണ്ടത്തെ ഉപ്പും പുളിയും എന്ന് പറയുന്ന ഒരു കറി. ഇത് മാത്രം മതി കേട്ടോ ചോറുണ്ണാനായിട്ട്. എന്തൊക്കെ കറി ഉണ്ടെങ്കിലും എനിക്ക് ചില ദിവസങ്ങളിലൊക്കെ ഇങ്ങനെ ഒരു ആഗ്രഹം തോന്നും, ഞാൻ പെട്ടെന്ന് തന്നെ ഇങ്ങനെ ഒരു കറി ഉണ്ടാക്കി ചോറ് കഴിക്കുകയും ചെയ്യും. വേറെ ഒന്നും എടുക്കത്തില്ല കേട്ടോ. ചിക്കനും മീനും ഒക്കെ ഉണ്ടെങ്കിലും ഞാനതൊന്നും എടുക്കത്തില്ല. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കറിയാണ് ഇത്. അപ്പോൾ ഇത് നല്ലവണ്ണം ഞെരടി ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൽ ഇച്ചിരി ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കണം. ഇതെല്ലാം ഒന്ന് ഞെരടി നല്ല പൊടിഞ്ഞതിന് ശേഷം ഇച്ചിരി ഉപ്പ് ഒന്നിട്ട് കൊടുക്കാം. ഉപ്പ് ഞാനൊരു സ്പൂണിലെടുത്തിട്ട് കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് ഒന്ന് കലക്കി ഒഴിച്ചു കൊടുക്കുവാണേ. അപ്പോൾ ഇതിൽ ഒരു വെള്ളത്തിൻ്റെ അംശം കൂടെ ഇങ്ങനെ ഇതിലുണ്ടായിരിക്കും. എന്നിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതിൽ ചേർക്കേണ്ടത് ഒരല്പം പച്ച വെളിച്ചെണ്ണ കൂടെ ചേർക്കണം. അപ്പോൾ ഒരുപാട് ജോലിയൊന്നുമില്ല, പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാമെന്നുള്ളതാണ്. വലിയ ചിലവ് ഒന്നും ഇല്ലാത്തതാണ്. ഇച്ചിരി പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതൊന്ന് കൈവച്ചിട്ട് ഒന്ന് നല്ലവണ്ണം ഞെരടിയെടുക്കാം. അപ്പോൾ നമ്മുടെ കറി ഇതാ റെഡി ആയിട്ടുണ്ട്. മുളക് ചമ്മന്തി എന്നൊക്കെ പറയും, ഉപ്പും പുളിയും എന്നൊക്കെ പറയും അല്ലേ, പല പേരുകളിലും ഇത് അറിയപ്പെടും. എന്തായാലും ഒരു അപാര ടേസ്റ്റാണ് കേട്ടോ കഴിക്കാനായിട്ട്. വേറെ എന്തൊക്കെ ഉണ്ടെങ്കിലും ഈ ഒരൊറ്റ കറി മതി. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ് കേട്ടോ. പ്രത്യേകിച്ച് വാഴയിലയിലോ അതുപോലെ തന്നെ ഈ നമ്മുടെ പൊടിയനി ഇലയിലോ ഒക്കെ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ഒരു രുചി കൂടെ വരും കേട്ടോ. ഇനി ഇതിൻ്റെ കൂടെ കുറച്ച് ചോറങ്ങോട്ട് ഇട്ട് കൊടുക്കാം. വിശന്നിരിക്കുന്നുണ്ട്. 2 തവി ചോറ് ഞാൻ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിൻ്റെ കൂടെ ആവശ്യം 2 പപ്പടവും കൂടെ പൊള്ളിച്ചതാണ്. ഇതാ കണ്ടോ. എന്നിട്ട് ഇതൊന്ന് നല്ലവണ്ണം മിക്സ് ചെയ്തിട്ട് അങ്ങോട്ട് കഴിക്കണം കേട്ടോ. എന്താ ടേസ്റ്റ് എന്നറിയാമോ? ഇതെല്ലാവർക്കും അറിയാവുന്നുള്ള കറിയാണ്. എന്നാലും ഞാനൊന്ന് ഉണ്ടാക്കിയപ്പോൾ നിങ്ങളെ കൂടെ കാണിച്ചു എന്നുള്ളതേ ഉള്ളൂ. എന്നിട്ട് ഇതൊന്ന് നല്ലവണ്ണം മിക്സ് ചെയ്ത് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇച്ചിരി അങ്ങോട്ട് കഴിക്കാം കേട്ടോ. എന്ത് ടേസ്റ്റ് എന്നറിയാമോ കഴിക്കാനായിട്ട്? ഇത് മാത്രം മതി. വേറെ ഇതാ കണ്ടോ, ഞാൻ വേറെ ഒരു കറിയും എടുത്തിട്ടില്ല. പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കാനും പെട്ടെന്ന് തന്നെ കഴിക്കാനും വായ്ക്ക് രുചിയായിട്ട് കഴിക്കാനും ഈ ഒരൊറ്റ കറി മതി. ഇതിൽ ചിലപ്പോൾ വൈറ്റമിൻസ് ഉണ്ടോ അതൊന്നും എനിക്കറിയത്തില്ല കേട്ടോ. ചിലപ്പോൾ ഇതിൽ വൈറ്റമിൻസ് ഒന്നും കാണത്തില്ല. 2-3 ചെറിയ ഉള്ളിയും ഇച്ചിരി പുളിയും ഒരു മുളകിലും ഒക്കെ എന്താ വൈറ്റമിൻസ് ഇരിക്കുന്നത് ഒന്നുമില്ല. എന്നാൽ വല്ലപ്പോഴും ഒരിക്കലൊക്കെ നമുക്ക് വൈറ്റമിൻസ് ഇല്ലാത്ത ആഹാരവും കഴിക്കാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. പക്ഷേ വായ്ക്ക് ഒരു രുചിയായിട്ട് കഴിക്കണമെങ്കിൽ ഇങ്ങനെയൊക്കെ കഴിക്കണം കേട്ടോ. അപ്പോൾ ഇതുപോലുള്ള പുതിയ പുതിയ വീഡിയോകളായിട്ട് ഞാൻ ഉടനെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതാ എൻ്റെ ഇന്നത്തെ ഉച്ചത്തെ ഊണ് സൂപ്പറായിട്ടുണ്ട്. അപ്പോൾ നിങ്ങളും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യുക. ഓക്കെ, ബായ്.